ഭ്രാന്തി കഥ. രചന ജീവാമൃതം, ഡോക്ടർ സിന്ധു BK. വായന ഷഫീഖ് ആദിക്കോട്. അമ്പലമുറ്റ താൽമരച്ചുവട്ടിലാണ് ജാനകി പകൽ സമയം മുഴുവൻ ചിലവഴിക്കാറുള്ളത്. മുഷിഞ്ഞ ചേല, എണ്ണമയമില്ലാതെ പാറിക്കിടക്കുന്ന മുടി. ഏയ് ഭ്രാന്തി, ഭ്രാന്തി വരുന്നുണ്ടേ, കല്ലെറിയടാ. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾ അവളെ കണ്ട് ആർത്തു വിളിച്ചു. ചിലർ ചെറിയ കല്ലുകൾ പെറുക്കി അവൾക്ക് നേരെ എറിഞ്ഞു. ജാനകി അതൊന്നും അറിഞ്ഞതേയില്ല. ആകാശത്തേക്ക് നോക്കി ആരോടെന്നില്ലാതെ അവൾ പെറുപെറുത്തു. വരും, എൻ്റെ കുട്ടിയെയും കൊണ്ട് അങ്ങേര് വരും. അവന് വിശക്കുന്നുണ്ടാകും. ഗ്രാമവാസികൾക്ക് അവൾ വെറും ഒരു ശല്യമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവന്റെ പാതിയായ ഭർത്താവും പൊന്നോമനയായ കൈക്കുഞ്ഞും ഒരു വള്ളത്തിൽ അപകടത്തിൽപ്പെട്ട് പുഴയുടെ ആഴങ്ങളിലേക്ക് മറിഞ്ഞതോടെയാണ് ജാനകിയുടെ സമനില തെറ്റിയത്. പിന്നെ അവൾക്ക് ഈ ലോകം, ആ പുഴയും നഷ്ടപ്പെട്ട തൻ്റെ കുഞ്ഞും മാത്രമായി ചുരുങ്ങി. ഒരു ദിവസം വൈകുന്നേരം അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്തു. കവലയിലെ ചായക്കടയുടെ വരാന്തയിൽ ആളുകൾ മഴ നനയാതിരിക്കാൻ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ തിങ്ങി നിറഞ്ഞു. ഹോ, എന്തൊരു മഴയാണിത്! ആരും നനയാതെ വരാന്തയിലേക്ക് കയറി നിൽക്കൂ, ചായക്കടക്കാരൻ രാമൻ നായർ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഒരു ചെറിയ തെരുവ് നായ്ക്കുട്ടി വിശന്നു വിറച്ച് അവിടേക്ക് വന്നത്. മഴയത്ത് നനഞ്ഞു കുതിർന്ന് അത് വരാന്തയുടെ ഒരറ്റത്തേക്ക് കയറി നിൽക്കാൻ ശ്രമിച്ചു. പോടവിടുന്ന്, ചൊറിയും പിടിച്ചു മഴയത്ത് കയറി വരുന്നു. എൻ്റെ കടയിലെങ്ങാനും കയറിയാൽ ചൂടുവെള്ളം കോരി ഒഴിക്കും ഞാൻ. രാമൻ നായർ ഒരു വടിയെടുത്ത് ഒരു മിണ്ടാപ്രാണിയെ ആട്ടിയോടിച്ചു. അതെ, വല്ലേ പേപ്പട്ടിയുമാണെങ്കിലോ? ഇവിടെ എങ്ങാനും കിടന്നാൽ കടിയും കിട്ടും. കൂട്ടത്തിലൊരാൾ രാമൻ നായരെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു. അത് ശരിയാണ്. പേടിച്ചു വിറച്ച ആ നായ്ക്കുട്ടി മഴയത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നു. അപ്പോഴാണ് മഴയത്ത് നനഞ്ഞൊലിച്ച് ജാനകി അവിടേക്ക് നടന്നു വന്നത്. ദേ, ആ ഭ്രാന്തിയും വരുന്നുണ്ട്. വല്ലാത്തൊരു ശല്യം തന്നെ. വരാന്തയിൽ നിന്നൊരാൾ മുഖം ചുളിച്ചു. പക്ഷെ ജാനകി ചായക്കടയുടെ വരാന്തയിലേക്ക് കയറിയില്ല. മഴയത്ത് വിറച്ചു നിൽക്കുന്ന ആ നായ്ക്കുട്ടി അവൾ കണ്ടു. പെട്ടെന്ന് അവൾ തൻ്റെ കീറിയ സഞ്ചിയിൽ നിന്ന് അന്ന് രാവിലെ ആരോ അവൾക്ക് കഴിക്കാൻ കൊടുത്ത ഒരു ഉണ്ണിയപ്പം എടുത്ത് മഴയത്ത് അതിനരികിലിരുന്ന് അവളത് ആ നായ്ക്കുട്ടിക്ക് കൊടുക്കാൻ നീട്ടി. വിശക്കുന്നുണ്ടോ എൻ്റെ കുട്ടിക്ക്? പേടിക്കണ്ട, അമ്മയില്ലേ ഇവിടെ? ജാനകി വളരെ പതുക്കെ വാത്സല്യത്തോടെ ചോദിച്ചു. ആ നായ്ക്കുട്ടി അതാർത്തിയോടെ തിന്നു തീർത്തു. ജാനകി അതിനെ വാരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് തൻ്റെ കീറിയ സാരിത്തുമ്പ് കൊണ്ട് അവൾ അതിനെ പുതപ്പിച്ചു. തണുക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞിന്? ഇനി തണുക്കില്ല, അമ്മയുടെ ചൂടുണ്ടല്ലോ. അവൾ താരാട്ട് പാടുന്ന പോലെ മൂളി. അവളുടെ കണ്ണുകളിൽ അപ്പോൾ നഷ്ടപ്പെട്ടു പോയ തൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയ ഒരമ്മയുടെ വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. ചായക്കടയുടെ വരാന്തയിൽ നിന്നവർ ഒരു നിമിഷം നിശബ്ദരായ കാഴ്ച നോക്കി നിന്നു. കണ്ടോ, സ്വന്തം വിശപ്പ് പോലും നോക്കാതെ അവൾ അപ്പക്കഷ്ണം അതിനു കൊടുത്തു. ആൾക്കൂട്ടത്തിൽ നിന്നാരോ പതുക്കെ മന്ത്രിച്ചു. സ്നേഹിക്കാനും കരുണ കാണിക്കാനും മറന്നുപോയവർ. ഒരു മിണ്ടാപ്രാണിയെ മഴയത്തേക്ക് ആട്ടിയകറ്റിയ ഈ സമൂഹത്തിനാണോ, അത് സ്വന്തം വിശപ്പ് വകവയ്ക്കാതെ അതിനന്നം നൽകി നെഞ്ചോട് ചേർത്ത അവൾക്കാണോ യഥാർത്ഥത്തിൽ ഭ്രാന്ത്? ആ മഴച്ചാറ്റലിൽ പലരുടെയും ഉള്ളിൽ ആ ചോദ്യം ബാക്കിയായി.